പോകാം. ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിന് നൽകണമെന്ന ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മുഖ്യമന്ത്രി. ലീഗ് നേതാവ് VE അബ്ദുൾ ഗഫൂർ തന്നെ ഫിഷറീസ് മന്ത്രി. റവന്യൂ വകുപ്പ് AP അനിൽകുമാറിനും സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പും ലഭിക്കും. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ബിനിലില്ല സാബുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, 3 ദിവസത്തിനു ശേഷം വന്ന ഈ വകുപ്പ് വിഭജന പട്ടികയിൽ അവസാന നിമിഷമുണ്ടായി നാടകീയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ലത്തീൻ സഭ ഫിഷറീസ് വകുപ്പിന് വേണ്ടി കാര്യമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അത് കോൺഗ്രസിൽ നിന്നും ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് ഒരു മന്ത്രിയില്ല. പക്ഷേ ആ വകുപ്പ് ഷിബു ബേബി ജോണിന് നൽകാമായിരുന്നു. ഷിബുവുമായി അക്കാര്യം ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷിബു ബേബി ജോൺ ആ വകുപ്പ് ഏറ്റെടുക്കുമായിരുന്നു എന്നാണ് ലത്തീൻ സഭ പറഞ്ഞത്. ആ സമ്മർദ്ദവും അവർ ചെലുത്തിയതാണ്. പക്ഷേ ഒടുവിൽ ലീഗിന് നൽകാൻ തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അതിൽ നേരത്തെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും എല്ലാം അടക്കമുള്ള വകുപ്പുകൾ അത് ലീഗാണ് കൈകാര്യം ചെയ്തത്. പിണറായി വിജയൻ സർക്കാർ വന്നപ്പോഴാണ് അത് രണ്ടായി മാറിയത്. ഉന്നത വിദ്യാഭ്യാസം ഒരു മന്ത്രിയും വിദ്യാഭ്യാസം മറ്റൊരു മന്ത്രിയും. അത് ആ രീതി തുടരാനാണ് തീരുമാനിച്ചത്. റോജി എം ജോണിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഫിഷറീസ് വേണമെന്ന് ലീഗാണ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം അംഗീകരിച്ചപ്പോൾ ലീഗിന് നൽകിയിരിക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ AP അനിൽകുമാറിനും സണ്ണി ജോസഫിനുമാണ്. AP അനിൽകുമാർ നേരത്തെ ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് നൽകാനാണ് തീരുമാനിച്ചത്. വൈദ്യുതിയും അദ്ദേഹത്തിനാണ് നൽകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. AP അനിൽകുമാർ റവന്യൂ വകുപ്പ്, പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ AP അനിൽകുമാറിലേക്ക് പോയിരിക്കുന്നു. സണ്ണി ജോസഫ് ആകും വൈദ്യുതി മന്ത്രി. അതോടൊപ്പം സാമൂഹ്യനീതി വകുപ്പിലും മാറ്റമുണ്ട്. അത് ബിന്ദു കൃഷ്ണയ്ക്ക് നൽകാനാണ് നേരത്തെ തീരുമാനിച്ചത്. ആ ചർച്ചയാണ് നടന്നത്. അതും ഇപ്പോൾ ലീഗിനാണ് ഉണ്ടായിരിക്കുക. വകുപ്പുകളിൽ ആ രീതിയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. OJ ജനീഷിന് കായികവും യുവജനക്ഷേമവും അടക്കമുള്ള മ്യൂസിയം പുരാവസ്തു അടക്കമുള്ള വകുപ്പുകൾ ഉണ്ട്. ഷിബു ബേബി ജോണിന് വനവും നൈപുണ്യ വികസനവുമാണ്. മോൻസ് ജോസഫിന് നേരത്തെ രജിസ്ട്രേഷൻ നൽകുമെന്നാണ് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞത്. പക്ഷെ അതിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. മോൻസ് ജോസഫിന് ജലവിഭവവും ഹൗസിംഗും ആണ് ഉള്ളത്. രജിസ്ട്രേഷൻ അദ്ദേഹത്തിനില്ല. ലിജുവിന് നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് സഹകരണവും എക്സൈസും അദ്ദേഹം കൈകാര്യം ചെയ്യും. അങ്ങനെയാണ് ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമായിട്ടുള്ളത്. സരിക. ബിനിൽ, ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് മുൻപ് റവന്യൂ ആയിരുന്നു നൽകാൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അത് വൈദ്യുതിയാക്കി. അതിന് പിന്നിലെ കാരണം എന്താണ്? അത് നേരത്തെ ഈ ഹൈക്കമാൻഡ് നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് ചെറിയ വകുപ്പുകൾ നൽകുന്നു എന്ന ഒരു ആക്ഷേപം ഉയർന്നു വന്നു. അതിന് പിന്നാലെ ഹൈക്കമാൻഡ് ഇടപെടുകയും ചെയ്തതാണ്. ആ ഇടപെടലാണ് ഇപ്പോൾ ഒരു മാറ്റത്തിന് കാരണമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് AP അനിൽകുമാറിലേക്ക് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പോകുന്നതും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിന് വൈദ്യുതിയും നൽകിയത്. ആ രീതിയിലാണ് അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകളിൽ അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല. അദ്ദേഹത്തിന് ആഭ്യന്തരവും വിജിലൻസും ഫയർ ആൻഡ് റെസ്ക്യൂവും അദ്ദേഹത്തിനാണ്. ജയിൽ അദ്ദേഹത്തിനാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. K മുരളീധരൻ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ് ആരോഗ്യം ദേവസ്വം അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുക എന്നത്. അവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. റോജി എം ജോൺ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. K തുളസിക്കും നേരത്തെ പറഞ്ഞതുപോലെ പട്ടികജാതി പട്ടികവർഗക്ഷേമമാണ് ആ മന്ത്രിയുടെ വകുപ്പുകൾ ഉള്ളത്. അതോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വ്യവസായവും IT-യും ആണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. N ശംസുദ്ദീനായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി ആവുക. ലീഗിൽ നിന്നുള്ള മന്ത്രിയാണ്. ന്യൂനപക്ഷ ക്ഷേമവും ഹജ്ജും വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്യുക. PK ബഷീറാണ് പൊതുമരാമത്ത് മന്ത്രിയായി വരുന്നത്. അതോടൊപ്പം CP ജോൺ ഗതാഗത മന്ത്രി തന്നെയാണ്. CP ജോൺ നേരത്തെ സഹകരണം മതി, ഗതാഗതം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഗതാഗതം തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. സരിക. ശരി, ബിനിലില്ല സാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.